അപ്പൊ ഈ രണ്ട് രീതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് തേങ്ങാവെള്ളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കിട്ടേണ്ട പ്രധാന മൂലകങ്ങളായിട്ടുള്ള പൊട്ടാസ്യം അതേപോലെ തന്നെ നൈട്രജനും നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പോഷക ഗുണങ്ങൾ നമ്മൾ തേങ്ങാവെള്ളം കൃഷിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമുക്ക് തേങ്ങാവെള്ളം കൃഷിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തേങ്ങാവെള്ളം നമ്മുടെ മലയാളികളെ എല്ലാവരുടെ വീട്ടിലും ഒരു ദിവസമെങ്കിലും ഇല്ലാതിരിക്കില്ല. കാരണം അധിക ദിവസങ്ങളും തേങ്ങ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ തേങ്ങാ വെള്ളമൊക്കെ അധികം നമ്മൾ ഒഴിവാക്കി കളയാറാണ് പതിവ്. കാരണം ചിന്തലാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കും, ചിലപ്പോൾ കുടിക്കും, എന്നിരുന്നാലും കൂടുതലായിട്ട് കളയാറാണുള്ളത്. പക്ഷെ നമ്മൾ കൃഷിയിൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അധികം എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം റൂട്ടിൻ ഹോർമോൺ ആയിട്ട് നമ്മൾ തേങ്ങാവെള്ളം കൃഷിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ റൂട്ടിൻ ഹോർമോൺ മാത്രമായിട്ടല്ല നമ്മളിത് ഉപയോഗിക്കട്ടോ. കാരണം ഇതിൽ ധാരാളം മറ്റു പോഷകങ്ങളും ഇതിൽ തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറ്റു രീതികളിലും നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടീൻ്റെ വളർച്ചയ്ക്ക് വേണ്ട പ്രധാന മൂലകങ്ങളാണ് നൈട്രജന്, അതേപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പൊ ഈ തേങ്ങാവെള്ളത്തിൽ ആദ്യത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം എങ്ങനെയാണ് അടങ്ങുക? കാരണം തേങ്ങ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാവെള്ളം എടുക്കുമല്ലോ. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ തേങ്ങാവെള്ളം പുളിക്കുക. അപ്പൊ ഈ പുളിക്കുന്നത് വരെ ഈ തേങ്ങാവെള്ളത്തിൽ പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. പുളിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് ധാരാളമായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ തേങ്ങാവെള്ളം എടുത്ത് ഇപ്പോൾ ഏകദേശം എടുക്കുമ്പോൾ കൂടുതലായിട്ടൊന്നും കിട്ടില്ല. ഒരു 3/4 ഗ്ലാസിന്റെ അടുത്തൊക്കെ നമുക്ക് തേങ്ങാവെള്ളം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ തേങ്ങാവെള്ളം എടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് രാവിലെ തന്നെ ചെടികളെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ പൊട്ടാസ്യം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറയാണ് ചെയ്യുക. കാരണം തേങ്ങാവെള്ളം പുളിക്കല്ലോ. അപ്പൊ പുളിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ നൈട്രജൻ കണ്ടന്റ് ആണ് കൂടുതലായിട്ട് വരിക. അപ്പൊ ആ ഒരു ടൈമിൽ പൊട്ടാസ്യം കുറഞ്ഞു വരിക ചെയ്യുക. കാരണം തേങ്ങാവെള്ളം നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് പുളിക്കും. അത് പുളിച്ചു കഴിയുമ്പോൾ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ട് നൈട്രജൻ കണ്ടന്റ് അളവാണ് കൂടുക. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ചെടികൾക്ക് ഇത് നൈട്രജൻ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതേപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഇരട്ടി വെള്ളം മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഈ രണ്ട് രീതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് തേങ്ങാവെള്ളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കിട്ടേണ്ട പ്രധാന മൂലകങ്ങളായിട്ടുള്ള പൊട്ടാസ്യം അതേപോലെ തന്നെ നൈട്രജനും നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി ഒന്നും പെട്ടെന്ന് കിട്ടണം എന്നില്ല. നമ്മൾ നൈട്രജൻ കണ്ടന്റുള്ള അധികം കൊടുക്കല് ചാണകപ്പൊടിയൊക്കെ അല്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതുപോലെ തേങ്ങാവെള്ളം കൊടുക്കുക. പക്ഷെ ഇത് മാത്രം കൊടുത്തുകൊണ്ട് ചെടികൾ നല്ല രീതിയിൽ വളരും, നല്ല രീതിയിൽ കായ്ഫലം കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ പൊട്ടാസ്യം ചെടികൾക്ക് കിട്ടും, അതേപോലെ തന്നെ നൈട്രജനും കിട്ടും. അത് കൂടുതൽ അളവിലൊന്നും കിട്ടണം എന്നില്ല. അപ്പൊ പലരും ചോദിക്കുന്നതായിരിക്കും, ഇവനിതെന്താ ഓരോ രീതിയിൽ നൈട്രജൻ ഇങ്ങനെ കിട്ടും പൊട്ടാസ്യം ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്ക് ജൈവ രൂപത്തിൽ നമ്മൾ വളങ്ങൾ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിലുള്ള എല്ലാത്തിലും ജൈവ രൂപത്തിൽ വളങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം എല്ലാത്തിലും ചിലതിൽ നൈട്രജൻ ഉണ്ടാവും, ചിലത് പൊട്ടാസ്യം ഉണ്ടാവും, ചിലത് ഫോസ്ഫറസ് ഉണ്ടാവും, ചിലതിൽ എല്ലാം കൂടി ആയിരിക്കും. അങ്ങനെ പല രീതിയിലുണ്ടാവും. ഇതിന്റെ മുന്നേ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ മുറ്റത്തുള്ള പച്ചിലകൾ വരെ നമ്മൾ പറിച്ചിട്ട് സ്ലറി ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുക. അതൊക്കെ ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന പോഷകങ്ങളും അതേപോലെ സൂക്ഷ്മ മൂലങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജൈവ രൂപത്തിൽ നമ്മൾ വളങ്ങൾ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതെന്തൊക്കെ എന്നുള്ള മനസ്സിലാക്കി നമ്മൾ കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഈ തേങ്ങാവെള്ളം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ റൂട്ടിൻ ഹോർമോൺ ആയിട്ടാണ് ഉപയോഗിക്കുക. അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ റൂട്ടിൻ ഹോർമോൺ ആയിട്ടും നമുക്കിത് തേങ്ങാവെള്ളം ഉപയോഗിക്കാം. വെച്ചാൽ ഇതിന്റെ ഒരു ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നാലാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാവെള്ളം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ കരിയില കമ്പോസ്റ്റ്, അങ്ങനെ പല രീതിയിൽ കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ സൂക്ഷ്മജീവികളെ പ്രവർത്തനത്തിലൂടെയാണ് അത് കമ്പോസ്റ്റ് വളമായിട്ട് മാറുന്നത്. അപ്പോൾ സൂക്ഷ്മജീവികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തേങ്ങാവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരു 40 മുതൽ 2 മാസം വരെ അതിന് കമ്പോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം. അപ്പൊ നമ്മൾ യൂറിയ ഇടും, അതേപോലെ പല രീതിയിൽ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ആദ്യഘട്ടത്തിലും അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് കെട്ടയച്ചിട്ടൊക്കെ നമുക്ക് ഈ തേങ്ങാവെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് വളമായിട്ട് മാറാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പുളിപ്പിച്ച തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നൈട്രജൻ കണ്ടന്റ് ആണല്ലോ അതിൽ ഉണ്ടാവുക. അപ്പൊ പുളിപ്പിച്ച തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ നൈട്രജൻ കണ്ടന്റും ആ വളത്തിന് കൂടുതലാവാൻ വേണ്ടിയിട്ട്
കാരണമാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ ഉണ്ടാക്കുമല്ലോ, സ്ലറി ഉണ്ടാക്കുമല്ലോ. നമ്മളിപ്പോൾ തേങ്ങാ പിണ്ണാക്ക് അതേപോലെ കടല പിണ്ണാക്ക് കൊണ്ടൊക്കെ നമ്മൾ സ്ലറി ഉണ്ടാക്കും, മറ്റു രീതിയിലൊക്കെ നമ്മൾ സ്ലറി ഉണ്ടാക്കും. അപ്പോൾ ഈ സ്ലറി നമുക്ക് കറക്റ്റ് വളമാവുന്ന സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ഈ സൂക്ഷ്മ ജീവാണുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്ലറിയിലും ഇതേപോലെ തേങ്ങാവെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കേണ്ട, ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു 3/4 ഗ്ലാസ് വെള്ളമൊക്കെ നമ്മൾ സ്ലറി ഉണ്ടാക്കുമ്പോൾ അതിലാദ്യം തന്നെ ഒഴിച്ചിടുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒഴിച്ചിടുന്നതിലൂടും ഈ നൈട്രജൻ കണ്ടന്റ് ആ വളത്തിൽ നല്ല രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു ഉപയോഗം ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്യൂഡോമോണസ് ഒക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് തേങ്ങാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്യൂഡോമോണസ് കൾച്ചർ ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വളം തന്നെയാണ് നമ്മളെ ഈ തേങ്ങാ വെള്ളം കേട്ടോ. അപ്പൊ വീട്ടില് തേങ്ങാ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ട. കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് തേങ്ങാ വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്